ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് സിലുവിനെ പറ്റിയുള്ളൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഭർത്താവുമായി വേർപിരിഞ്ഞു എന്നുള്ളൊരു കാര്യം. ഇത് കണക്ക് സബ്സ്ക്രൈബേഴ്സ് പോലും ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് പല രീതിയിൽ പൊയ്ക്കൊണ്ടേ ഇരിപ്പുണ്ട്. അങ്ങനെയൊക്കെ തന്നെ സിറ്റുവേഷനിൽ ഇത് കണക്കുണ്ടെങ്കിൽ സിലു ഒരു വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി സോഷ്യൽ മീഡിയ സംസാരിക്കാൻ താല്പര്യമില്ല, അതോടെ തന്നെ ഇത് കണ്ടൻറ്റാക്കിയ ആൾക്കാർ സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കാഞ്ഞത്. പക്ഷേ ഇതുണ്ടെങ്കിൽ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ട് തന്നെയും തൻ്റെ മക്കളെ പറ്റിയൊക്കെ മോശമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി അങ്ങനെ പറയാൻ പാടില്ല. ഇതുണ്ടെങ്കിൽ താനും ഇപ്പോൾ ഭർത്താവും വേർപിരിഞ്ഞിരിക്കുക എന്നുള്ളൊരു കാര്യം ഇത് കണക്ക് കൺഫേമും ചെയ്യുന്നുണ്ട് ആ വീഡിയോയിൽ. അതുതന്നെ പണ്ട് തൊട്ടേ താനുണ്ടെങ്കിൽ എപ്പോഴും ഒറ്റയ്ക്കാണ്, മക്കളെ കാര്യം നോക്കുന്നതും താൻ തന്നെയാണ്, അതിൽ ഇനി പ്രത്യേകിച്ചായിട്ടൊന്നും ഇല്ല. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് താനൊക്കെ ഫേക്കായിട്ടാണ് ഇത്ര നാൾ നിന്നത്. അങ്ങനെയൊന്നുമില്ല, താൻ ആദ്യം തൊട്ടേ കറക്റ്റായിട്ട് തന്നെയാണ് നിന്നത്. അതായത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ആൾക്കാർക്ക് ഇത് കണക്ക് എന്ത് തോന്നിയാലും കുഴപ്പമില്ല. ബട്ട് ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനും താല്പര്യമില്ല. ഇത് എന്തുവാണ്, എങ്ങനെയാണ് സംഭവിച്ചത്, അങ്ങനെ ഫാമിലി കാര്യം വിശദീകരിക്കാൻ താല്പര്യമില്ല. ഇത്രേ പറയാനുള്ളെന്നുള്ള രീതിയിൽ സിലു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നിർത്തുന്നുണ്ട്. സോ എന്തായിരുന്നാലും അത് നല്ലൊരു കാര്യം തന്നെ. അവരുടെ എല്ലാ കാര്യങ്ങളും ഇത് കണക്ക് സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതെടുത്ത് പിന്നെ ആൾക്കാർ ട്രോളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്, അവർ ഷെയർ ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. അവർ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഇതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. സോ അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.